നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തെ പോലെ തന്നെ CPI ഭയപ്പെടുന്ന മറ്റൊരു യുവ കോൺഗ്രസ് നേതാവാണ് ഷാഫി പറമ്പിൽ. വാസ്തവത്തിൽ രാഹുൽ മാങ്കൂട്ടത്തെ ടാർഗറ്റ് ചെയ്ത് കെണിവെച്ച് ജയിലിലടയ്ക്കാൻ CPM തീരുമാനിച്ചതുപോലും ഷാഫി പറമ്പിൽ ഉണ്ടാക്കുന്ന സ്വാധീനം കണ്ട് ഭയപ്പെട്ടിട്ടാണ്. CPMൻ്റെ കോട്ടയായിരുന്ന പാലക്കാട് ഷാഫി പറമ്പിൽ 3 തവണ ജയിച്ചതോടെ CPM 3-ാം സ്ഥാനത്തായി. ഇന്നും കേരളത്തിൽ കണ്ണൂർ കഴിഞ്ഞാൽ CPMന് ഏറ്റവും അധികം സീറ്റ് കിട്ടുന്ന ജില്ലകളിലൊന്നാണ് പാലക്കാട് നോക്കണം. ഏത് പ്രതികൂല സാഹചര്യത്തിലും CPM ജയിച്ചുകൊണ്ടിരുന്ന പാലക്കാട് സീറ്റും നഷ്ടപ്പെട്ടു. ഷാഫി പറമ്പിൽ ഒറ്റയാൻ പോരാട്ടം നടത്തിയാണ് പാലക്കാട് സ്വന്തമാക്കിയത്. മാത്രമല്ല, പാലക്കാട് നിന്ന് ഷാഫി പറമ്പിലിനെ വടകരയിൽ എത്തിച്ചപ്പോൾ CPMൻ്റെ മറ്റൊരു കോട്ട കൂടി തകർന്നു. ഷാഫി എവിടെ ചെല്ലുന്നുവോ അവിടെയൊക്കെ തിരയിളക്കമുണ്ടാക്കാൻ പറ്റും എന്ന് CPMകാർ ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു. ഇങ്ങനെ ഷാഫിയെ കയറൂരി വിട്ടാൽ CPMൻ്റെ ഭാവിയിൽ അടിത്തറ തന്നെ ഇല്ലാതാകും എന്ന ഭയം അവരെ വേട്ടയാടുന്നുണ്ട്. ഷാഫിയുടെ അതേ പാതയിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിലെത്തിയപ്പോൾ മുളയിലെ നുള്ളിക്കളയാൻ നടത്തിയ ശ്രമമാണ് അവർ ഭാഗികമായി രാഹുൽ വേട്ടയിലൂടെ നേടിയെടുത്തത്. പക്ഷേ ഷാഫിയെ പിടിക്കാൻ അവർക്ക് എന്നിട്ടും കഴിഞ്ഞില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ കേസ് വന്നപ്പോൾ ലക്ഷ്യം ഷാഫിയാണ്. ഷാഫിയുടെ പെണ്ണ് കേസുകൾ ഉടൻ പുറത്തു കൊണ്ടുവരും എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ഇവർ പ്രചരണം നടത്തിയെങ്കിലും ഒന്നും ഫലപ്രദമായില്ല. അതുകൊണ്ട് തന്നെ ഇന്നല്ലെങ്കിൽ നാളെ ഷാഫിയെ വേട്ടയാടാൻ CPM രംഗത്ത് വരുമെന്ന് തീർച്ച. CPM എന്ത് വൃത്തികേട് കാണിച്ചാലും അതിനെല്ലാം കുടപിടിക്കുന്ന ഒരു ചാനലാണ് റിപ്പോർട്ടർ എന്ന് നമുക്കൊക്കെ അറിയാം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും അവരുടെ ആത്മവിശ്വാസത്തിന് ഒരു കുറവുമില്ല. വലിയ ഭൂരിപക്ഷത്തിൽ പിണറായി വിജയൻ 3-ാം ഭരണത്തിൽ എത്തുമെന്ന് കഠിനമായി വിശ്വസിക്കുകയും അതിനുവേണ്ടി കൈരളിയേക്കാളും ദേശാഭിമാനിയേക്കാളും PRBയേക്കാളും ഒക്കെ കഷ്ടപ്പെടുകയും ചെയ്ത ചാനലാണ് റിപ്പോർട്ടർ ചാനൽ. ആ ഇരുണ്ട കാലം എന്ന CPMൻ്റെ വ്യാജ പ്രചരണം ഏറ്റെടുത്തതും ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ എല്ലാ നേട്ടങ്ങളും റദ്ദു ചെയ്തതും പിണറായി സർക്കാരിൻ്റെ കാലത്തെ എല്ലാ വൃത്തികേടുകൾക്കും പിന്തുണ കൊടുത്തതും റിപ്പോർട്ടർ ചാനലായിരുന്നു. റിപ്പോർട്ടർ ചാനലിൻ്റെ എഡിറ്റർ ഡോക്ടർ അരുൺകുമാർ ഒരു ലജ്ജയുമില്ലാതാണ് പിണറായിസ്റ്റ് ഭീകരതയെ ന്യായീകരിച്ചു കൊണ്ടിരുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും അവർക്ക് അതിൽ നിന്നും മുക്തി നേടാൻ കഴിയുന്നില്ല. കാരണം CPM ജയിക്കാത്തൊരു സാഹചര്യം ആലോചിക്കാൻ പോലും റിപ്പോർട്ടർ ചാനലിന് കഴിയില്ല. ഒരു വശത്ത് BJPയും മറുവശത്ത് കോൺഗ്രസും ശത്രുപക്ഷത്ത് നിർത്തി റിപ്പോർട്ടർ ചാനലിന് പണി കൊടുക്കുമെന്ന് ഇവർക്കൊക്കെ അറിയാം. UDF കൺവീനർ അടൂർ പ്രകാശ് പരസ്യമായി പറഞ്ഞത് അധികാരത്തിലെത്തട്ടെ പണി തരുമെന്നാണ്. NDAയുടെ പ്രമുഖ നേതാവായ സാബു ജേക്കബ് ആവട്ടെ നിയമ പോരാട്ടം നടത്തി റിപ്പോർട്ടറിന്റെ ലൈസൻസ് റദ്ദാക്കാനുള്ള ശ്രമവുമായി മുമ്പോട്ട് പോകുന്നു. ഭാഗികമായി അത് വിജയിച്ചിട്ടുണ്ട്. റിപ്പോർട്ടർ പൂട്ടിപ്പോവാതിരിക്കാൻ വിറ്റൊഴിഞ്ഞ നികേഷ് കുമാറിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നികേഷ് കുമാറിന്റെ പേരിൽ ലൈസൻസ് നിയമപരമായി റിപ്പോർട്ടർ മുതലാളിമാരുടെ പേരിലേക്ക് മാറ്റാൻ കഴിയാത്തതുകൊണ്ട് ചാനൽ പൂട്ടിപ്പോകുന്ന സാഹചര്യം ഒഴിവാക്കാനാണ് നികേഷ് കുമാറിനെ തിരിച്ചു കൊണ്ടുവരുന്നത്. ഇത്തരമൊരു പ്രതിസന്ധി ഘട്ടത്തിൽ റിപ്പോർട്ടറിന് നിലനിൽക്കണമെങ്കിൽ വീണ്ടും പിണറായി ഭീകരൻ ഭരണത്തിലെത്തണം. അതുകൊണ്ടാണ് അവർ ഏതറ്റം വരെ പോയി പിണറായി സ്തുതികൾ ഇപ്പോഴും തുടരുന്നത്. നിയമപരമായി മുതലാളിമാരല്ലെങ്കിലും റിപ്പോർട്ടർ ചാനലിന്റെ മുതലാളിമാർ എന്ന് അവകാശപ്പെടുന്ന അഗസ്റ്റിൻ സഹോദരന്മാർ അവർ തന്നെയാണ് ചാനലിന്റെ മുഖമായി മുമ്പിലുള്ളത്. മാനേജിംഗ് ഡയറക്ടർ എന്നാണ് പറയുന്നതെങ്കിലും ഔദ്യോഗികമായി അവർ മാനേജിംഗ് ഡയറക്ടർ അല്ല. അവർക്കങ്ങനെ ആവാനും സാധ്യമല്ല. അങ്ങനെ മാനേജിംഗ് ഡയറക്ടർ എന്ന പേരിൽ റിപ്പോർട്ടർ ചാനലിലെ എഡിറ്റേഴ്സ് ടൈമിൽ ഇരുന്നുകൊണ്ട് വിവരക്കേടുകൾ വിളിച്ചു പറയുന്നത് കാണാൻ ഒരുപാട് പേരുണ്ട്. ആൻഡ്രൂ അഗസ്റ്റിന് പൊട്ടത്തരങ്ങൾ കേട്ട് ചിരിക്കാൻ വേണ്ടിയാണ് വാസ്തവത്തിൽ പലരും ഈ ചാനലിലേക്ക് എത്തുന്നത്. എന്ത് വിവരക്കേട് പറഞ്ഞാലും റേറ്റിംഗ് മതി എന്ന് വിശ്വാസമുള്ളതുകൊണ്ട് തുടർച്ചയായി ആൻഡ്രോ പൊട്ടത്തരങ്ങൾ വിളമ്പുകയും ചെയ്യും. അതിനിടയിൽ ചില പണികൾ അറിയാതെ കിട്ടും. അറിവില്ലായ്മ ഒരു കുറ്റമല്ല എന്ന് പറയുമ്പോഴും അറിവില്ലായ്മ റിപ്പോർട്ടർ മുതലാളിയെ കെണിയിൽ വീഴ്ത്താറുണ്ട് എന്നതാണ് വാസ്തവം. കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിലിനെ കുറിച്ച് വളരെ മോശമായൊരു പരാമർശം ആൻഡ്രൂ അഗസ്റ്റിൻ നടത്തുന്നു. 60 മണ്ഡലങ്ങളിൽ പോയി ഷാഫി പറമ്പിൽ പ്രചരണം നടത്തിയെന്നും ഷാഫിയാണ് അവരുടെ താരപ്രചാരകനെന്നും ഷാഫി ചെന്നിടത്തെല്ലാം ആൾക്കൂട്ടമുണ്ട് എന്നൊക്കെയാണ് കോൺഗ്രസ്സുകാർ പറയുന്നത് എന്ന് പറഞ്ഞായിരുന്നു മുതലാളിയുടെ തുടക്കം. റിപ്പോർട്ടർ മുതലാളിയുടെ വിവരക്കേട് അതേപടി കേൾപ്പിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും ആ വീഡിയോ പോയിട്ട് ആ ശബ്ദരേഖയെങ്കിലും കേൾപ്പിച്ചാൽ അവർ നിയമ നടപടിയുമായി മുമ്പോട്ട് പോകുമെന്നതുകൊണ്ടാണ്. റിപ്പോർട്ടർ ചാനലിനെ കുറിച്ച് വാർത്ത കൊടുക്കുമ്പോൾ അവരുടെ ലോഗോ പോലും ഞങ്ങൾ കാണിക്കാതിരിക്കുന്നതും അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നിരന്തരം വിലപിക്കുന്നവർ അവരുടെ ലോഗോ ഉപയോഗിച്ചു എന്നുവരെ പറഞ്ഞ് കേസ് കൊടുക്കുന്നത് പതിവാക്കിയവരായതുകൊണ്ടാണ്. ഷാഫി പറമ്പിലിനെ വർഗീയവാദിയാക്കി ഷാഫി പറമ്പിലിനെ കാണാനെത്തുന്നത് മുസ്ലിം മതസ്ഥരാണ്. ഷാഫി എത്തുന്നിടത്തെല്ലാം മുസ്ലിം മത ധ്രുവീകരണം നടക്കുന്നു. മറുഭാഗത്ത് ഹിന്ദു ധ്രുവീകരണം UDFനെതിരായി നടക്കും എന്നവർ മറന്നുപോകുന്നു എന്ന വിവാദ പ്രസ്താവനയാണ് റിപ്പോർട്ടർ മുതലാളി ആൻഡ്രൂ അഗസ്റ്റിൻ നടത്തിയത്. ഷാഫി മുസ്ലിമുകളുടെ മാത്രം നേതാവല്ല, ഷാഫി മുസ്ലിം ലീഗിൻ്റെ നേതാവ് പോലുമല്ല. യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റായിരുന്ന 3 തവണ MLA ആയിരുന്ന ഇപ്പോഴും MP ആയിരിക്കുന്ന ഷാഫിക്ക് വോട്ട് ചെയ്യുന്നത് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ മാത്രമല്ല. കേരളത്തിലെ ഏത് മണ്ഡലത്തിൽ പോയി നിന്നാലും ജയിക്കാൻ സാധ്യതയുള്ള അപൂർവ നേതാക്കളിൽ ഒരാളാണ് ഷാഫി.
ഷാഫി തൻ്റെ വാക്കിലോ പെരുമാറ്റത്തിലോ ഇടപെടലിലോ ഇന്നേ വരെ വർഗീയത പറഞ്ഞതായി ആരും കേട്ടിട്ടില്ല. കെ എം ഷാജിയെ പോലുള്ളവർ മതമാണ് 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 വലുത് എന്ന് പറയുമ്പോൾ ഷാഫി അത്തരം വിവാദങ്ങളിലൊന്നും ഇതുവരെ പെട്ടിട്ടില്ല. ഷാഫിയെ സ്നേഹിക്കുന്നത് മുസ്ലിം മതസ്ഥർ മാത്രമല്ല, സകല മതങ്ങളിലും പെട്ടവരാണ്. എന്നിട്ടും ഷാഫിയെ മതത്തിൻ്റെ പേരിൽ ഒറ്റപ്പെടുത്തി ഷാഫി ചെന്നാൽ അവിടെയൊക്കെയുള്ള ഹിന്ദുക്കൾ ഷാഫിക്കെതിരായ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യും എന്ന് പറയുന്ന വിവരക്കേടാണ് ഇവിടെ ആൻഡ്രൂ അഗസ്റ്റിൻ വിളമ്പിയത്. ഷാഫിയെ വർഗീയവാദിയാക്കുന്ന മുതലാളിയുടെ ശ്രമത്തിൻ്റെ അപകടം അപ്പോൾ തന്നെ തിരിച്ചറിഞ്ഞ് അരുൺകുമാർ അതിനോട് വിയോജിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. അതിൽ ജമാഅത്ത് ഇസ്ലാമിയെ കൂട്ടിച്ചേർത്ത് എങ്ങനെയെങ്കിലും മുഖം രക്ഷിക്കാനുള്ള ശ്രമമാണ് അരുൺകുമാർ നടത്തിയത്. അത് തിരിച്ചറിയാതെ ഷാഫിയുടെ മതം പറഞ്ഞുള്ള അധിക്ഷേപം ആൻഡ്രൂ അഗസ്റ്റിൻ തുടരുകയായിരുന്നു. എന്തായാലും അതിപ്പോൾ പുലിവാലായി. ഷാഫിയുടെ പേരിൽ മതം പറഞ്ഞ് ഹിന്ദുക്കളെയും മുസ്ലിമുകളെയും ഭിന്നിപ്പിക്കാൻ ബോധപൂർവമായ ശ്രമം ആൻഡ്രൂ അഗസ്റ്റിന്റെ ഭാഗത്തുണ്ടായി എന്ന് ആരോപിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി VP ദുൽകിഫർ പോലീസിൽ പരാതി കൊടുത്തു. പോലീസ് ആ പരാതി സ്വീകരിച്ച് കേസെടുക്കുമെന്നാണ് റിപ്പോർട്ട്. ഇപ്പോൾ പോലീസിന് മേൽ കാര്യമായ നിയന്ത്രണമൊന്നും സർക്കാരിനില്ലാത്തതുകൊണ്ട് തന്നെ പോലീസ് ആര് പരാതി കൊടുത്താലും എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റിപ്പോർട്ടർ ചാനലും അതിന് മുതലാളി ആൻഡ്രൂ അഗസ്റ്റിനും വർഗീയ കലാപമുണ്ടാക്കാൻ ശ്രമിച്ചു എന്ന കേസിൽ പ്രതിയായേക്കും എന്നാണ് റിപ്പോർട്ട്. ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോഴും പോലീസ് പിണറായിയുടെ ഹാങ് ഓവറിൽ തന്നെയാണ് എന്നതിന് തെളിവ് പിണറായി വിജയനെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട കൂത്തുപറമ്പ് സ്വദേശിയായ അനുനന്ദ് എന്ന 19-കാരനെതിരെ വർഗീയ കലാപമുണ്ടാക്കാൻ ശ്രമിച്ചു എന്ന പേരിൽ പോലീസ് കേസെടുത്ത വിചിത്രമായ വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. സ്വർണ്ണക്കള്ളൻ എന്ന അടിക്കുറിപ്പോടെ പിണറായി വിജയന്റെ പടം അനുനന്ദ് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടത് വർഗീയ കലാപമുണ്ടാക്കാനുള്ള ലക്ഷ്യത്തോടെയാണ് എന്ന് പറഞ്ഞ് പോലീസ് കേസെടുത്തിരിക്കുന്നു. പിണറായിയുടെ ഭരണം ഇനി അധികകാലമില്ല എന്ന് കണ്ണൂരിലെ പോലീസുകാർക്ക് ഇനിയും മനസ്സിലായിട്ടില്ല എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ.